ഇനി നമുക്ക് അടുത്ത ഫൈനൽ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ്? ഈശ്വരനെ ധിക്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യന് ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്. ഈ പൊടിയണിഞ്ഞ ഭൂമിയിലെ മണ്ണിനോട് നിരന്തരമായി പോരാടി അവൻ്റെ ജീവിതം കരിപിടിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ്, ആദമിനെ കുറ്റം പറയുന്നതിന് മുമ്പ്, പഴി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദമിൻ്റെ പക്ഷത്തുള്ള ഒരു രീതിയിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതാണ് അടുത്ത് പറയുന്ന ഭാഗം. അതായത് ആദമിനെ അപവദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ള ന്യായങ്ങൾ കേൾക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ മേലൊരു കുറ്റാരോപണം നടത്തുമ്പോൾ, ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഏകപക്ഷീയമായ രീതിയിൽ അയാളെ വിചാരണ ചെയ്താൽ അത് അനീതിയാണ്. അപ്പം അത്തരം അനീതിക്ക് അയാൾ പാത്രീഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഭാഗം കൂടി കേൾക്കണം. എങ്കിലേ അവിടെ നീതി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആദാമിൻ്റെ ഭാഗം കൂടി നമുക്ക് കേൾക്കാം എന്നാണ്. എത്ര ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ല സ്വർഗത്തിൽ. കാരണം നിരവധിയായ ഫലവൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. ആ ഫലവൃക്ഷത്തിൽ നിന്നൊക്കെ ഇയാൾക്ക് എന്ത് ചെയ്യാം? വിശപ്പിന് ആവശ്യമുള്ളതെടുത്ത് കഴിക്കാം. ഒരു നിയന്ത്രണവുമില്ല. വിലക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നല്ലാതെ മറ്റെല്ലാ ഫലങ്ങളും അയാൾക്കും അവകാശപ്പെട്ടതാണ്. ഇനി വ്യക്തികൾ ഭക്ഷണം മാത്രം കൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. അവന് ഭക്ഷണം കഴിഞ്ഞാൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് അവൻ്റെ ലൈംഗിക ചോദനകൾ. അപ്പോൾ ആ ലൈംഗിക ചോദനകളെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവൻ ചിലപ്പോൾ മനുഷ്യനല്ലാതെ മറ്റെന്തെങ്കിലും ഒരു തരത്തിലായിപ്പോവും. അങ്ങനെ ഒരിത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവനൊരു തുണയെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തത്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോൾ അരികിൽ അവളുണ്ടല്ലോ, ഏത് സമയവും ഭയപ്പെടാനുമില്ല. സർവശക്തനായ യഹോവ എപ്പോഴും അവനെ തൃക്കൺ പാർത്തിരിക്കുന്നു. ഇനി ഇതൊക്കെയുണ്ട്, തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഇണയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ തോന്നുമ്പോഴാണ് മനുഷ്യൻ ശരിക്ക് വയലൻ്റ് ആകുന്നത്. ഈ ആദമിനെ സംബന്ധിച്ച് അതില്ല. സർവദാ അവനെ നിരീക്ഷിക്കുകയും അവനെ അവൻ്റെ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കുകയും ചെയ്യുന്ന ഈശ്വരൻ അവിടെയുണ്ട്. യഹോവ അവിടെയുണ്ട് അവൻ്റെ രക്ഷകർത്താവായിട്ട്. ആദം മറ്റ് ജീവികളേക്കാൾ പ്രമാണിത്വമുള്ളവനാണ്. എന്നിട്ടും മനുഷ്യൻ ധിക്കരിച്ചു ദൈവത്തെ. കനകം മൂലമല്ല, കാമിനി മൂലമല്ല. അപ്പോൾ ഇതെല്ലാ സൗഭാഗ്യമുണ്ട്. കഴിക്കാനുണ്ട്, ഇണയുണ്ട്, എന്താണ്, സംരക്ഷണത്തിന് ഈശ്വരനുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും മറ്റ് ജീവജാലങ്ങളെ പോലെ അധപ്പതനത്തിലേക്ക് പോകേണ്ടവനല്ല മനുഷ്യൻ. കാരണം മനുഷ്യന് ബ്രെയിനുണ്ട്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പല ബൗദ്ധിക സാഹചര്യമുള്ളവനാണ് മനുഷ്യൻ. ഈ എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തിട്ടും മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചു. നമ്മൾ സാധാരണ ലോകത്തിൽ കാണുന്നത് പോലെയുള്ള അന്നത്തിനോ അല്ലെങ്കിൽ കാമത്തിനോ വേണ്ടിയുള്ള ധിക്കാരം ആയിരുന്നില്ല. എന്നാലും അവൻ ധിക്കരിച്ചു. ഈ ധിക്കാരം എന്തിൻ്റെ പേരിലായിരുന്നു എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അവൻ അസ്വതന്ത്രനായിരുന്നു. നന്മ തിന്മ വിവേചനം അവൻ അർഹിക്കുന്നില്ലായിരുന്നു. ഈശ്വര ആശയം അതിന് വേണ്ടി പാടുപെടാൻ പാടില്ലെന്ന നിരോധന ഉത്തരവും അരുത്. ഈ ഈശ്വര ശാസനം അവൻ്റെ ഉള്ളിൽ എരിപൊരി കൊണ്ടു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞ ഒരു ഉത്തരവ്, എന്തുത്തരവാണ്? അരുത് എന്നുള്ള ഒരു ഉത്തരവ്. അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറി നിന്നുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. അപ്പോൾ അവൻ അസ്വതന്ത്രനായി, നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയാത്തവനായി, ശരി തെറ്റുകളെ വേർതിരിക്കാൻ കഴിയാത്തവനായി. ഈ ഒരു ഉപരോധമാണ് ഈശ്വരൻ്റെ വാക്കുകളെ ലംഘിക്കാൻ കാരണമായത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈശോയുടെ വചനങ്ങളെ ആദം ലംഘിച്ചതിൻ്റെ കാരണം എന്തെന്ന്? എന്താണ് കാരണം? എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകിയെങ്കിലും അരുത് എന്നുള്ള വാക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നു അവൻ്റെ മേൽ. അത് അസ്വാതന്ത്ര്യത്തിൻ്റേതാണ്. അതുകൊണ്ട് അവന് നന്മ തിന്മകളെ വേർതിരിച്ച് അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ എന്താണ് ചെയ്യാനുള്ളതെന്നുള്ള അവൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനീതിയെക്കുറിച്ച് തിരിച്ചറിയാനും അയാൾക്ക് കഴിഞ്ഞില്ല. അപ്പം സ്വന്തം അവകാശങ്ങൾക്ക് മേലെ ഈ കഴിവില്ലായ്മ സൃഷ്ടിക്കുകയായിരുന്നു ഈശ്വരൻ്റെ വചനങ്ങൾ. ആ കഴിവില്ലായ്മയെ മാറ്റി സ്വതന്ത്രമായി, കഷ്ടപ്പെട്ടാലും സ്വതന്ത്രമായൊരു ലോകത്തേക്കുള്ള പ്രയാണമാണ് മനുഷ്യൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അരുതുകളെ വിലംഘിക്കാൻ അവൻ പ്രേരിതനായത്.
ഈശ്വരാശന അവൻ്റെ ഉള്ളിൽ എരിപൊരി കൊണ്ടു. മനുഷ്യൻ്റെയും പത്നിയുടെയും ജീവിതം ചിട്ടപ്പെടുത്തിയതാണ് അവരല്ല, ദൈവം ചിട്ടപ്പെടുത്തിയത്. യാതൊരു വിധവും വൈവിധ്യവും അതിനില്ല. രാപ്പകലോളം യാതൊരു സവിശേഷതയും ഇല്ലാതെ അത് ഇഴയുന്നു അവർ അടിമകൾ. അപ്പം അതാണ് അതിൻ്റെ അത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 മാർക്കിനായാലും ഇത് എഴുതണം. എന്താണ്? അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് കൂടാതെ അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈശ്വരനാണ്. അവൻ വെറും അടിമയാണ്. ഈ അടിമത്വത്തെയാണ് അവൻ ചോദ്യം ചെയ്തത്. അതാണ് അതിൻ്റെ പ്രസക്തമായ ഭാഗം. അത് 6 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ആ ഭാഗം വളരെ വിശദമായിട്ട് എഴുതണം. 3 മാർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ധിക്കാരത്തിന് കാരണം അസ്വാതന്ത്ര്യമാണ്. അരുത് എന്നുള്ള ഒരു വാക്ക് അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തിലും ദൈവം കൽപ്പിച്ചിരുന്നു. ദൈവം ചിട്ടപ്പെടുത്തിയതാണ് അവൻ്റെ ജീവിതം. അവൻ അതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. രായും പകലും ദൈവം എന്താണ് അവന് കൽപ്പിച്ചത് അത് മാത്രം ചെയ്യാൻ, ഈശ്വരവചനങ്ങൾ മാത്രം നിറവേറ്റപ്പെടേണ്ടവനായി അവൻ്റെ കർത്തവ്യം മാറി. ഓരോ ദിവസവും പുതുതായി ഒന്നും ചെയ്യാനില്ലാതെ, ഒന്നും ചിന്തിച്ചതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയാതെ ഈശ്വരൻ്റെ അടിമയായി അവർ അങ്ങനെ കഴിഞ്ഞു. ആജ്ഞാനുവർത്തികൾ, ഈശ്വരൻ്റെ ആജ്ഞയെ അനുസരിക്കുന്ന അടിമകളായിരുന്നു അവർ 2 പേരും, ആദമും ഹവ്വയും. ആത്മാവില്ലാത്തവർ, ആഹാരവിഹാര സ്വാതന്ത്ര്യം പോലും നിയന്ത്രിക്കപ്പെട്ടവർ. ആത്മാവുണ്ടെങ്കിൽ മനുഷ്യന് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊരു വിചാരം അനിവാര്യമായി വരും. ഇവിടെ ആത്മാവില്ലാത്തവനായ മനുഷ്യൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. താനൊരു യന്ത്രം മാത്രമാണ്, ഉപകരണം മാത്രമാണ്. എന്ത് ചെയ്യണമെന്ന് നിയമിക്കുന്ന ആത്മാവ് ഈശ്വരനാണ്. ആ ഒരു അടിമത്തം, ആജ്ഞ അനുവർത്തിക്കാനുള്ള ഒരു അടിമത്തം, അതിൽ നിന്നുള്ളൊരു മോചനമാണ് അവൻ ആവശ്യപ്പെട്ടത്. ആഹാരം കഴിക്കുന്നതിന് പോലും സ്വാതന്ത്ര്യമില്ല, നിയന്ത്രിക്കപ്പെട്ടവനാണ്. ദൈവം ഏത് ഫലം കഴിക്കാൻ പറയുന്നുവോ ആ ഫലം കഴിക്കാൻ വേണ്ടി മാത്രം അവൻ വിനിയോഗിക്കപ്പെടുകയാണ്. യഹോവയായ ദൈവം വരച്ച വരയിൽ നിന്ന് കടുകിട വ്യതിചലിക്കരുത്. പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ആഹാരമുണ്ട്, പക്ഷേ അതിലാവട്ടെ തിരഞ്ഞെടുപ്പുമില്ല. ആഹാരമുണ്ട്, പക്ഷേ തിരഞ്ഞെടുപ്പില്ല. തിരഞ്ഞെടുപ്പ് വെച്ചാൽ അവൻ്റെ ഇഷ്ടത്തിനുള്ള ആഹാരം കഴിക്കാൻ ഉള്ള ഒരു വിധി അവിടെ ഇല്ല. ദൈവം എന്ത് കഴിക്കാൻ പറയുന്നുവോ അതവൻ അടിമയെപ്പോലെ കഴിക്കുകയാണ്. ആഹാരമുണ്ട്, പക്ഷേ അതിലാവട്ടെ തിരഞ്ഞെടുപ്പില്ല. നന്മ തിന്മകളെക്കുറിച്ച് അനുഭവമില്ലാത്തവന് ആഹാര സമൃദ്ധി കൊണ്ട് എന്ത് ഫലം? അപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എന്താണ്? നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയാത്തവനെ ആഹാരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പ്രശ്നം വരുന്നുള്ളൂ. നന്മ തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ ഏതാണ് ശരി തെറ്റെന്ന് അവന് നിശ്ചയിക്കാനുള്ള അധികാരമില്ല, അതിനുള്ള അവകാശവുമില്ല. അതൊക്കെ ദൈവമാണ് കൽപ്പിക്കുന്നത്. ദൈവം കൽപ്പിക്കുന്നു, അവൻ ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ. അവൻ നിത്യമായ ജീവിതാന്തമുള്ള ഒരു അടിമയാണ്, ആജീവനം പോകുന്ന ഒരു അടിമയാണ്. ആ അടിമയുടെ അടിമത്തത്തിൽ നിന്നാണ് ഈശ്വരനെ ധിക്കരിക്കാൻ അവനെ പ്രേരിതനായത്. ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾ പറയുന്നത് അനുസരിക്കുക, അയാൾ പറയുന്നത് മാത്രം തിന്നുക, അയാൾ പറയുന്നത് മാത്രം ചെയ്യുക, അയാളുടെ മാത്രം അടിമയായിരിക്കുക, യാതൊരു ചിന്തയ്ക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്ത വികാരങ്ങളെ കൂച്ചുവിലങ്ങിടുന്ന ഒരു സുഖമാണ് ഈശ്വരൻ അവന് സമ്മാനിച്ചത്. ആ സുഖമാണ് അവൻ വിലംഘിക്കാൻ പ്രേരിപ്പിതനായത്. അത്യാഹിതം സംഭവിക്കുക തന്നെ ചെയ്തു. യവാഹ മനുഷ്യനെ ശപിച്ചു, ഏദൻസിൽ നിന്ന് ആട്ടിയകറ്റി. നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്നും ഞാൻ കൽപ്പിച്ച ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതാണ് പറയുന്നത്. എന്താണ്? ഭൂമി ശപിക്കപ്പെട്ടിരിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത്യാഹിതമുണ്ടായി. അവൻ അത്യാഹിതം എന്ത് അത്യാഹിതമാണ്? അവൻ്റെ ചെയ്ത തെറ്റിൻ്റെ ഫലം, ശിക്ഷ ഉടനെ തന്നെ കിട്ടി. ദൈവം സ്വർഗത്തിൽ നിന്ന് അവനെ ആട്ടി പുറത്താക്കി ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. എന്താണ് ശപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ? എന്താണ്? നിന്റെ ഭാര്യയുടെ വാക്കിനെ അനുസരിച്ചവനാണ് നീ. ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ മതിപ്പ് ഭാര്യയുടെ വാക്കിന് നീ കൽപ്പിച്ചു. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ ഇതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പരക്കാരയും ഇതൊക്കെ ഞാൻ എടുത്തതാണേ, നിറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇനി വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്താണ്?
നീ ശപിക്കപ്പെട്ടവനായിട്ടാണ് ഭൂമിയിൽ പോകുന്നത്. നീ നിമിത്തം ഭൂമിയിൽ ഇനി ജനിക്കാൻ പോകുന്ന എല്ലാവരും ആ ശാപം പേറേണ്ടതുണ്ട്. ആ ശാപത്തിൻ്റെ ഫലമായി ഭൂമിയിൽ മുള്ളുചെടികൾ, കാരകൾ വളർന്നു വരും. അങ്ങനെയുള്ള മണ്ണിലെ പൊടിയുമായി മല്ലിട്ട് കൃഷി ചെയ്ത് അഹോരാത്രം പണിയെടുത്ത്, രാത്രിയും പകലും പണിയെടുത്ത് നീ നിൻ്റെ അഷ്ടിക്കുള്ള വക കണ്ടെത്തണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന. ആദാമും ഭാര്യയും അശരണരായി, ഇതികർത്തവ്യത മൂഢരായി. ഇതികർത്തവ്യം വെച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാത്തവരായി രണ്ടുപേരും അവിടെ അങ്ങനെ അവശേഷിച്ചു. സ്വർഗത്തിൽ നിന്നുള്ള അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ആശിച്ചു. അതിൻ്റെ കുരിശവർ ചുമക്കണം. അവർ മാത്രമല്ല, അവരുടെ സന്താന പരമ്പരകളും. മൂലപാപമാണത്. എന്നാൽ ഈ പാപത്തിന് പ്രായശ്ചിത്തവും സമാശ്വാസവുമുണ്ട്. ആദാമും അവയും തിന്ന ഫലം അറിവിൻ്റേതാണ്. അതിൻ്റെ പരിണത ഫലം നന്മതിന്മ വിവേചനവും യഹോവയായ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തികച്ചും മികച്ചും അവർക്ക് തന്നെ. ആന ചത്താലെന്ത്, വില എപ്പോഴും 12,000 അപ്പം അതാണ് പറയുന്നത്. എന്താണ്? ആദമും അവയും വിഷയങ്ങളെ വിലംഘിച്ചതിലൂടെ ആദിപാപം അല്ലെങ്കിൽ മൂലപാപം, അടിസ്ഥാനപരമായ പാപം, മനുഷ്യതതിയുടെ ഏറ്റവും ആദിമമായ പാപം, ആ പാപമാണ് അവർ ഭരിച്ചു വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പാത വളരെ ദുർഘടമാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയും വളരെ കഠിനമാണ്. അപ്പം നന്മതിന്മകളെ ഇപ്പോൾ അവർക്ക് തിരിച്ചറിയാം. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അവരുടെ ചിന്തകൾക്ക് അവിടെ പ്രസക്തിയുണ്ട്, അവിടെ വികാരങ്ങൾക്ക് അംഗീകാരമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ അടിമത്തം വലിച്ചെറിഞ്ഞതിനെ അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അധ്വാനിക്കേണ്ടി വരുന്നത്, കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഒരു ജന്മം അവൻ മാത്രമല്ല, ഇനി ഉണ്ടാകുന്ന മനുഷ്യ പരമ്പര മുഴുവൻ ഈ കഷ്ടപ്പാട് അനുഭവിക്കണമെന്നാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ ഒരു ജന്മം മുഴുവനും ഇനി കഷ്ടപ്പെട്ടാലും അവന് അതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. കാരണം അവൻ ആഗ്രഹിച്ചത് ആ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. സുഖകരമായ ഒരു ജീവിതമല്ല അവൻ ആശ്രയിച്ചത്, ആഗ്രഹിച്ചത്. അപ്പോൾ അവന് വേണ്ടത് അടിമത്തമല്ല. അവന് വേണ്ടത് അവൻ രാവന്തിയോളം പണിയെടുത്താലും സ്വതന്ത്രമായി അവൻ്റേതായ ഒരു ജീവിതമാണ് അവൻ ആഗ്രഹിച്ചത്. അതവന് കിട്ടി. അതുകൊണ്ടവന് ഒരു ലാഭനഷ്ടങ്ങളുടെ കണക്കിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ആന ചത്താൽ എന്ത്, വില ഇപ്പോഴും 12,000 ജീവിച്ചിരിക്കുമ്പോഴും ആനയെ കൊണ്ട് വിലയുണ്ട്. ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പും അങ്ങനെയുള്ള ദന്തം അതൊക്കെ വിറ്റ് കഴിഞ്ഞാലും ചത്താലും ചരിഞ്ഞാലും 12,000 ആനയുടെ അവസ്ഥ. അതുപോലെ കഷ്ടപ്പെട്ടാലും ദുരിതം അനുഭവിച്ചാലും അവൻ സ്വതന്ത്രനായി, അവൻ്റെ വിവേചനങ്ങൾക്ക് അംഗീകാരം കിട്ടി സ്വതന്ത്രനായൊരു മനുഷ്യനായി മാറും. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത എപ്പോഴും ദുർഘടമാണ്, കഠിനതരമാണ്. അപ്പം അതിനുവേണ്ടി ഭൂമിയിലെ കഷ്ടപ്പാടുകൾ അവന് സഹിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ആദാമിൻ്റെ സ്വാതന്ത്ര്യ സഹായം, ദൈവശാസന നിഷേധം 2 ലോകങ്ങളുടെ അതിരുവരമ്പുകൾ കീറിയിട്ടു. സ്വർഗരാജ്യത്തിൻ്റെ അസ്തമയം മനുഷ്യരാജ്യത്തിൻ്റെ ഉദയമായി. ഉദ്യാനപാലകൻ കൂലിവേലക്കാരൻ കൃഷിക്കാരനായി. പൊടിയിൽ നിന്ന് പിറന്ന അവൻ പൊടിയിൽ നിന്ന് പുതിയ ഫലങ്ങൾ നട്ടു നനച്ചുണ്ടാക്കി. അപ്പോൾ ഈ ഭാഗമാണ് ഇനി ഞാൻ എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്? ദൈവശാസന നിഷേധിച്ചതുകൊണ്ട് അവനെ ഈ ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അവൻ ഈ ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വന്നതോടുകൂടി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അതിർവരമ്പുകൾ 2ആയി വിഭജിക്കപ്പെടുകയാണ്. ഇനി മനുഷ്യൻ സ്വർഗത്തിലേക്ക് വരേണ്ട, കാരണം അവൻ ശപിക്കപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു. ആദിമ മനുഷ്യനായ ആദമിൻ ശപിക്കപ്പെട്ടതോടെ ബാക്കി മനുഷ്യരെല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. അവരിനി ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരേണ്ടതില്ലെന്ന് പറഞ്ഞ് ദൈവം അവിടെ സ്വർഗവാതിൽ അടയ്ക്കുകയാണ്. ഭൂമിയും സ്വർഗവും 2ആയി മാറുകയാണ്. അവിടുത്തെ ഉദ്യാനപാലകരായി ഇവിടുത്തെ ഭൂമിയിലെ കൂലിവേലക്കാർ, കൃഷിക്കാരായി. ഈ പൊടിയിൽ നിന്ന് പുതിയതായ ഫലങ്ങളുണ്ടായി. ഈ ഭൂമിയിലെ പൊടിമണ്ണുമായി മത്സരിച്ച് അവൻ നിരന്തരം പണിയെടുത്ത് ഫലങ്ങൾ നട്ടു നനച്ചുണ്ടാക്കി. അവനിഷ്ടമുള്ള ഫലങ്ങൾ നടാം, വളർത്താം, അത് കൊയ്തെടുക്കാം, അറുത്ത് തിന്നാം. വിലക്കപ്പെട്ട യാതൊന്നുമില്ല. അവനായി അവൻ്റെ ലോകത്തിലെ സ്രഷ്ടാവ്. അപ്പോൾ അതാണ് ഈശ്വരൻ്റെ സൃഷ്ടിയിലെ അടിമയായിരുന്ന മനുഷ്യൻ്റെ ലോകത്തിലെ സൃഷ്ടികർത്താവായി മാറുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് അവൻ വളർന്നത്. അപ്പം ഈശ്വരൻ്റെ ശാപവാക്കുകളെ ലൂടെ അവന് നേടാൻ കഴിഞ്ഞത് എന്താണെന്നുള്ളതാണ്. എന്താണ്? ഈശ്വരനായിരുന്നു പ്രപഞ്ചത്തിൻ്റെ സംഹാരിയായതും അതുപോലെ തന്നെ സൃഷ്ടികർത്താവായി ഭവിച്ചതും. പക്ഷേ മനുഷ്യൻ ശപിക്കപ്പെട്ട് ഭൂമിയിൽ വന്നതോടുകൂടി മനുഷ്യൻ്റെ സൃഷ്ടികർത്താവ് മനുഷ്യൻ തന്നെയായി മാറി. അപ്പോൾ ഭൂമിയിൽ നട്ടു നനച്ചവൻ പല വൃക്ഷങ്ങളും ചെടികളും നട്ടു വളർത്തി. അതിൽ ഇഷ്ടമുള്ള കായ്കൾ അവനെടുത്ത് തിന്നാം. അവനെ ആരും
അടിമപ്പണിക്ക് വേണ്ടിയിട്ട് വിലക്കില്ല. വിലക്കപ്പെട്ട യാതൊന്നുമില്ല. അവനായി അവൻ്റെ ലോകത്തിലെ സൃഷ്ടാവ്. അവൻ ആടുകളെ മെരുക്കി, പാൽ കറന്നു, അവൾക്ക് ഗർഭമുണ്ടായി. മനുഷ്യൻ കർഷകനായി, കാരണവരായി, അവൻ്റെ അനുഭവങ്ങളുടെ കർത്താവും ആസ്വാദകനുമായി. മുഖത്തെ ശ്വേതബിന്ദുക്കൾ ചിന്തിയുണ്ടാക്കിയ ഫലങ്ങൾ, പുതിയ സ്വാദും പോഷണവും അവൻ കണ്ടെത്തി. ശ്വേതമെന്ന് വെച്ചാൽ വിയർപ്പ് തുള്ളികൾ. അപ്പോൾ അങ്ങനെ നിരന്തരമായ കഠിനമായ അധ്വാനത്തിലെ കാട്ടുമൃഗങ്ങളെ മെരുക്കിയെടുത്ത് ആട്ടിനെ വളർത്തിയവൻ, കാട്ടിലെ നിന്ന് ആട്ടിനെ വളർത്തി, അതുപോലെ പശുവിനെ വളർത്തി, പലതരം മൃഗങ്ങളെ വളർത്തി, അവരിൽ നിന്ന് പാല് കറന്നവൻ യഥേഷ്ടം ഉപയോഗിച്ചു. അവൻ നല്ല കർഷകനായി മാറി. ഈ ഭൂമിയെ കാർഷിക ത്തിനുള്ള ആധാരബിന്ദുവാക്കി മാറ്റി. ധാരാളം ഫലങ്ങൾ അവൻ കൊയ്തെടുത്തു. അവൻ നട്ടതൊക്കെ അവന് വിതയ്ക്കാം. ആരും അവനെ വിലക്കാൻ വന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഭാര്യ പല പ്രാവശ്യം പ്രസവിച്ചു. അങ്ങനെ മനുഷ്യർ തതിയുടെ പ്രാരംഭം കുറിക്കുകയാണ് ഈ ഭൂമിയിൽ. പോഷകവും അവൻ കണ്ടെത്തി. സ്വാതന്ത്ര്യവും ആഹാരവും അവൻ്റെ ജീവിതത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതം ഒരു സ്വതന്ത്രമായ ജീവിതമായി. ആഹാരവും സ്വാതന്ത്ര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു സുന്ദര ലോകം അവൻ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ ഭൂമിയിൽ ചെയ്തത്. പകരം അവൻ്റെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഈ ഭൂമിയുമായി മല്ലിട്ടവന് ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ജീവജൻ്റെ ചരിത്രം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈശ്വരൻ്റെ ശാപവചനങ്ങളിൽ നിന്നാണ് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് ശപിക്കപ്പെട്ട് ഭൂമിയിൽ വന്നവൻ ഭൂമിയുമായി മല്ലിട്ട് വിയർപ്പൊഴുക്കി അവൻ അധ്വാനിച്ച് വിളവുകൾ ഉണ്ടാക്കി. ആ വിളവുകൾ അവൻ യഥേഷ്ടം എടുത്തു തിന്നു. ആരും അവനെ വിലക്കാൻ അരുത് എന്ന് പറഞ്ഞ് കൽപ്പിച്ചില്ല. അതുപോലെ ആടുമാടുകളെ മെരുക്കിയെടുത്ത് അവൻ വളർത്തിയെടുത്തു. അതിൻ്റെ പാല് അവൻ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ ഈ ഭൂമിയിലെ സൃഷ്ടികർത്താവ് അവൻ തന്നെയായി മാറുന്ന ഒരു സാഹചര്യം. ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യം, ആഹാരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഇടചേർന്നിരിക്കുന്ന സമഞ്ജസമായി മനോഹരമായി സമ്മേളിക്കുന്ന ഒരു മനോഹര തന്ത്രിയായി മാറി അവൻ്റെ ജീവിതം. ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഉൽപ്പത്തി. അതിൻ്റെ ഉദ്ഘാടകന്മാരാണ് ആദം നബിയും ഹവ്വ ബീബിയും. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് ഈശ്വര നിഷേധത്തിലൂടെ സ്വന്തം ജീവിതത്തിൻ്റെ സൗഖ്യങ്ങൾ നേടിയെടുത്തതിലൂടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടെത്താൻ ശ്രമിച്ചത്. ആ സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ വാഞ്ചയുടെ ആദ്യത്തെ വക്താവായി ആദമും ഹവ്വയും അതുപോലെ നബിയും ബീബിയും ഒക്കെ നിലകൊള്ളുന്ന പ്രവാചകന്മാരായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ എല്ലാ സുഖങ്ങൾക്കും എല്ലാ കാരണമാകുന്നത് ഈ പുരോഹിതന്മാരായ ആദിമ മനുഷ്യന്മാരാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആദാമിൻ്റെയും ഹവ്വയുടെയും ഐതിഹ്യം സാമൂഹിക പ്രാധാന്യമുള്ളതാണ്. അതൊരു ഷോർട്ട് എസ്സേയാണ്. ആദാമിൻ്റെയും ഹവ്വയുടെയും ചരിത്രം ഒരു സാമൂഹിക പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. കാരണമെന്ത്? ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ വിഷമമില്ലല്ലോ. ആദ്യത്തെ ഈ ദൈവം വിലക്ക് കൽപ്പിച്ചതും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശദീകരിക്കണം. അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം. എന്താണ് പറയാനുള്ളത്? ഇവിടെ പറയേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? മനുഷ്യൻ കൃഷി ആരംഭിച്ചു. ആടുമാടുകളെ മെരുക്കിയെടുക്കാൻ തയ്യാറായി. അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ അവൻ ഉപയോഗിച്ചു. അങ്ങനെ നിരന്തരമായ കഠിനമായ അധ്വാനത്തിലൂടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഈ ഭൂമിയിൽ കാർഷിക വൃത്തി ഉടലെടുത്തു. ആദിമ മനുഷ്യ പരമ്പരയുടെ ഒരു രൂപം അവൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്വതന്ത്ര ചിന്തയെക്കുറിച്ചുള്ള ഒരു മാനവിക തലം അവിടെ ഉയർന്നു വരികയാണ്. മനുഷ്യൻ്റെ സൃഷ്ടികർത്താവ് ഈശ്വരൻ എന്നതിനു പകരം അവൻ തന്നെയായി മാറുന്ന ഒരു സ്വാതന്ത്ര്യ ചിന്തയിലേക്കാണ് അത് വളർന്നത് എന്നുള്ള അത് വിശദീകരിച്ച് എഴുതണം. ആദാമിൻ്റെ അധപ്പതനം ഒരു വൃക്ഷത്തിൽ നിന്ന് വീണ പഴം പോലുള്ള വീഴ്ചയാണ്. വീണത് കീഴ്പോട്ട് തന്നെ, എങ്കിലും അത് ഫലനിർമ്മാണ ശക്തിയുടെ അന്ത്യമല്ല, ആരംഭമാണ് കുറിക്കുന്നത്. അപ്പോൾ അതാണ് ആദമിൻ്റെ വീഴ്ചയെന്ന് പറയുന്നത്. വളരെ കൃത്യമായ ഒരു വീഴ്ചയാണ്, വളരെ ശക്തമായ ഒരു വീഴ്ചയാണ്. ആ വീഴ്ചയിൽ നിന്ന് അവന്
വീഴ്ച താഴോട്ട് തന്നെയാണ് പതിച്ചത്. അതുകൊണ്ട് അവനൊരിക്കലും അധപ്പതനം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അധപ്പതനം ഉണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ ഭൂമിയിൽ അതോടുകൂടി ഒരു പുതിയ ജീവിത ചരിത്രം, മനുഷ്യ ജീവചരിത്രം സൃഷ്ടിക്കുകയാണ് അവൻ ചെയ്തത്. കാർഷിക വൃത്തിക്കുടമയായി മനുഷ്യൻ മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിത്ത് മണ്ണിൽ വീണു മുളയ്ക്കുന്നു. ഏതൊരു വൃക്ഷത്തിൽ നിന്ന് പരിത്യക്തമായോ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ തന്നെ മാതൃകയിൽ വെല്ലുവിളിയോടെന്ന പോലെ കിളിർത്തു വന്നു. അപ്പോൾ അതാണ് ഈ ഭൂമിയിൽ അതുവരെ ജീവൻ്റെ നാമ്പുകൾ തലപൊന്തിയിരുന്നില്ല. ഇവിടെ അവൻ ഭൂമിയിൽ വന്ന് കാർഷിക വൃത്തിക്ക് തുടക്കം കുറിച്ചതോടുകൂടി ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ വീണ് ധാരാളമായി പുതിയ നാമ്പുകൾക്ക് രൂപം കൊടുക്കുകയാണ്. പുതിയ പ്രതീക്ഷകൾ ഇവിടെ ഉടലെടുക്കുകയാണ്. ജീവിതത്തിന് പലതരത്തിലുള്ള അർത്ഥവും വ്യാപ്തിയും വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂമ്പും നാമ്പും വിരിഞ്ഞു മേൽപോട്ട് ഉയരുന്നു. താഴത്തിട്ട മരത്തെ എത്തിപ്പിടിക്കാൻ വെമ്പിക്കൊണ്ടിരുന്നത് പോലെ അധപ്പതനം ഉയർച്ചയായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇതേ ഗതി വികാസമാണ് ആദാവിനെ സംബന്ധിച്ചും സംഭവിച്ചത്. അപ്പം അതാണ് ഉണ്ടായത്. എന്താണ് ഉണ്ടായത്? പുതിയ ഗതി വികാസം. പുതിയ കൂമ്പും നാമ്പും വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ അവിടെ വീണ് പുതിയ നാമ്പുകൾ ഉണ്ടായി. അതുപോലെ ജീവിതത്തിൽ കാർഷിക വൃത്തിയിലൂടെ പുതിയൊരു ജീവിത സംസ്കാരം ഉടലെടുക്കുകയാണ്. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയാണ്. പുതിയൊരു ജീവിത ചക്രം ഉണ്ടാക്കുകയാണ്. അടിമത്തത്തെ എല്ലാ കാലത്തിലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള സ്വതന്ത്രമായ ആഹാരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു ജീവിത ചക്രത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹം നാഗത്തിൽ നിന്ന് നിഷ്കാസിതനായി തീർന്ന മുതൽക്കാണ് മനുഷ്യൻ ഭൂമിയിൽ വിത്തെറിഞ്ഞത്. അതാണ് ആദവും അവയും അന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാതിരുന്നെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ആകുമായിരുന്നില്ല. നിശബ്ദമായിരുന്ന ഒരു തലത്തിലേക്ക് ആകുമായിരുന്നു. അവനിവിടെ വന്ന് കാർഷിക വൃത്തി തുടങ്ങിയതോടുകൂടിയാണ് ഈ ഭൂമി നാഗമായി മാറിയത്, ഭൂമി സ്വർഗമായി മാറിയത്. വീഴ്ചയ്ക്ക് ശേഷം മാത്രം അതേവരെയും ഈ വിദ്യ പരിശീലിച്ചിരുന്നില്ല. വീഴ്ച ഒരു പുതിയ വഴക്കവും പരിചയവും ഉളവാക്കി. അപ്പോൾ അതാണ് അവൻ്റെ വീഴ്ചയോടെ അവനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ് വീഴ്ച. അവനെ ശപിച്ചതാണ്, ഈ ഭൂമിയിലേക്ക് ശപിച്ചതാണ് വീഴ്ച. ആ വീഴ്ച എന്ന് പറയുന്നത് പുതിയൊരു വഴക്കത്തിനും ജീവിതക്രമത്തിനും രൂപപ്പെടുത്തുകയാണുള്ളത്. അതുകൊണ്ട് ഈ വീഴ്ച എന്ന് പറയുന്നത് ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഭക്ഷണശേഖരണ കാലത്തിൽ നിന്ന് ഭക്ഷണ ഉൽപാദന കാലത്തിലേക്കുള്ള പരിവർത്തനം. ചരിത്രപരമായി പറഞ്ഞാൽ, അതായത് മാനവ ചരിത്രത്തിൻ്റെ വികാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണം ശേഖരിച്ചിരുന്നതിന് പകരം ഭക്ഷണ ഉൽപാദനം, ഇത് സാംസ്കാരികമായ ഒരു പുരോഗതിയും സാമൂഹികമായ ഒരു പുരോഗതിയും അതിനേക്കാൾ മനുഷ്യ ചരിത്രത്തിൻ്റെ പുരോഗതിയുമാണ് സൂചിപ്പിക്കുന്നത്. ആദിമ മനുഷ്യൻ കാടുകളിൽ നടന്ന് ഭക്ഷണ ശേഖരണം നടത്തിയിരുന്നവനാണ്. ആ ഭക്ഷണ ശേഖരണത്തിൽ നിന്ന് അവൻ്റെ ആവശ്യത്തിനുള്ള ആഹാര വസ്തുക്കൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപാദന രീതിയിലേക്ക് അവൻ ഉയരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദം നബി ഉൽപാദകനായി. ഒരു തരത്തിലല്ല, 2 തരത്തിൽ. സ്വർഗത്തിലും അവന് കൂട്ടായി ഇണയുണ്ടായിരുന്നു, നല്ലവളായ ഹവ്വ ബീവി. പക്ഷേ അവിടെ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം മാത്രമേ, ഭൂമിയിൽ താവളവും താമസവും ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് സന്തതി ഉൽപാദനം സാധ്യമായുള്ളൂ. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രശ്നം. അവന് ഇണയെ കൊടുത്തു ദൈവം. പക്ഷേ ആ ഇണയിലൂടെ സന്താനോൽപാദനം നടത്താൻ വേണ്ടിയിട്ട് അവന് അവകാശമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇണയെ ഉപയോഗിക്കാൻ അവന് അവകാശം ഉണ്ടായിരുന്നില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം വളരെ പരമദയനീയമായ ഒരു അവസ്ഥയിൽ, അത്രമാത്രം അതികഠിനമായ ക്രൂരമായ മനുഷ്യത്വം മരവിച്ച അടിമത്തത്തിൻ്റെ പിന്നിലായിരുന്നു അവൻ. അവിടെ നിന്ന് ഇവിടെ എത്തിയതോടുകൂടി, ഭൂമിയിൽ എത്തിയതോടുകൂടിയാണ് അവന് സന്താനോൽപാദനം നടത്താൻ സാധിച്ചത്. അങ്ങനെ അവന് സ്വർഗത്തിൽ കൂട്ടായി ഉണ്ടായിരുന്നവൾ ഭൂമിയിലും കൂട്ടായി വന്നതോടുകൂടി അവൻ്റെ ഇഷ്ടപ്രകാരം സന്താനോൽപാദനം നടത്താൻ തുടങ്ങി. സന്തതി ഉൽപാദനം സാധ്യമായി. ആദം നിലത്തിൽ നിന്നും തന്നിൽ നിന്നും ബലങ്ങൾ ഉളവാക്കി. ഭൂഗർഭത്തിലും അവ്വാഗർഭത്തിലും ബീജാപാപം ചെയ്തു. ഭൂഗർഭം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിത്തട്ട്. ഭൂമിയിൽ നിന്നും അവൻ എന്ത് ചെയ്തു? ചെടികൾ നട്ട് കൃഷി ചെയ്ത് വിത്തുൽപാദിപ്പിച്ചു. അതുപോലെ തൻ്റെ ബീജം അവയിലും നിക്ഷേപിച്ചുകൊണ്ട് സന്താനോൽപാദനം ചെയ്തു.
ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരികയാണെന്നാണല്ലോ അർത്ഥം. വിത്ത് ചെടിയായി മുളയ്ക്കുന്നു, ഇല വിരിയുന്നു, പൂക്കളുണ്ടാകുന്നു, കായ്ക്കളുണ്ടാകുന്നു. അതേപോലെ അദൃശ്യമാക്കിയിരുന്ന ഫലത്തെ പുറത്തു കൊണ്ടുവരുന്നു. പെണ്ണിൽ നിക്ഷേപിച്ച ബീജത്തിൽ ഗതിയും വിധിയും ഇതുതന്നെ. പ്രകൃതിയിൽ ഈ ഉൽപ്പാദനം മണ്ണിലും ജീവികളിലും വിത്തിടലും മുളച്ചു വരലും ബോധപൂർവമല്ല. മനുഷ്യൻ നിലത്ത് ഉൽപ്പാദനം നടത്തുമ്പോൾ അത് സ്വോദ്ദേശ്യ രൂപം കൊള്ളുന്നു. മണ്ണിൽ നിന്ന് ഇലയും കായും പൂവും കിഴങ്ങും മനുഷ്യനെടുക്കുന്നു, പെണ്ണിൽ നിന്ന് പിഞ്ചു കിടാങ്ങളെയും. അപ്പോൾ മനുഷ്യനെയും സ്ത്രീയെയും സ്ത്രീയെയും മണ്ണിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ലേഖനം മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഉർവരതയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, ജീവപരമ്പര നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വൃക്ഷമുണ്ടായി അതങ്ങ് ഒരു പ്രാവശ്യം കാച്ചിട്ട് അസ്തമിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ജീവൻ്റെ നാമ്പുകൾ ഉണ്ടാകാൻ ആ കാലങ്ങൾ കാത്തിരിക്കും, അതിൽ നിന്ന് കിട്ടിയ ഫലം ഇങ്ങനെ വിളവായി വരാൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എങ്ങനെയാണ്? മനുഷ്യൻ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ അവൻ ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നത് പോലെ എന്ത് ചെയ്യുന്നു? അത് തളിരിടുന്നു, പൂവാകുന്നു, കായ്ക്കുന്നു, ആ കായിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വീണ്ടും നിരവധിയായ ചെടികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവൻ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് അയച്ച ബീജം, ആ ബീജത്തിൽ നിന്നും കുഞ്ഞുണ്ടാകുന്നു. ചെടിയെപ്പോലെ തന്നെ കുഞ്ഞും ഈ ജീവൻ്റെ നിലനിൽപ്പിന്, മനുഷ്യ പരമ്പരയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നായി മാറുന്നു. അപ്പോൾ ഈ ഭൂമി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ, കാർഷിക വൃത്തിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യന് പ്രയോജനപ്രദമായ രീതിയിൽ ഉണ്ടായതും ജീവൻ്റെ സംസ്കാരം, മനുഷ്യൻ്റെ സംസ്കാരം ഇവിടെ ഉടലെടുത്തതും ആദം ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെയെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ആദാമിനെയും അവ്വയെയും സൃഷ്ടിച്ചതും ദൈവം തന്നെ. അവനെ മണ്ണിൽ നിന്നും അവളെ അവനിൽ നിന്നും ഭക്ഷണോൽപാദനത്തിൻ്റെയും മനുഷ്യോൽപാദനത്തിൻ്റെയും കുത്തക യഹോവയുടേതാണ്. മനുഷ്യോൽപാദനത്തിൻ്റെയും ഭക്ഷണോൽപാദനത്തിൻ്റെയും കുത്തക യഹോവയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ. ആ എസ്സേ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കണ്ടൻറ്റ് സമ്മറൈസ് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യോൽപാദനം എങ്ങനെയാണ്? അവനവൻ്റെ ബീജം അവൻ്റെ തുണക്കാരിയിൽ നിക്ഷേപിച്ചപ്പോഴേക്കും അവളുടെ ഗർഭത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടായി വന്നു. ആ കുട്ടികളെ, സന്താനങ്ങളെ എടുത്ത് വളർത്തി അവൻ ഈ ഭൂമിയിൽ നിരന്തരമായി സന്താനോൽപാദനത്തിനുള്ള ഒരു തുടർ പ്രക്രിയ, മനുഷ്യ പരമ്പരയുടെ തുടർ പ്രക്രിയയാണ് ഇവിടെ ആദം ഒരുക്കി കൊടുത്തത്. അതുപോലെ തന്നെ നിരവധിയായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ പാകിക്കൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കാനും ആദമിന് കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ ഈ രണ്ട് വിദ്യയും ആദാമിനും ഹവ്വയ്ക്കും സാധിച്ചു. എങ്ങനെ? അവർ അറിവിൻ്റെ ഫലം തിന്നു. നന്മതിന്മകളെക്കുറിച്ച് വിവേചന ബോധം അവരിൽ ഉദിച്ചു. ഒറ്റ വാക്കിൽ അവർ സ്വർഗീയമായ ഏകാശാസനക്രമത്തിൽ നിന്ന് സ്വതന്ത്രരായി. മുഷ്കരമായ ബഹിഷ്കരണവും ഒറ്റപ്പെടലും ഒടുവിൽ അവരെ സ്വയംഭരണത്തിലേക്ക് നയിച്ചു. ഈ ഭൂമിയിലെ ഈശ്വരൻ്റെ ഏകശാസനത്തിൽ നിന്ന്, സ്വർഗത്തിൽ അവൻ എന്ത് തിന്നണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തെല്ലാം അരുതാത്തതാണ്, ഇങ്ങനെയുള്ള ഈശ്വര കൽപ്പനയിൽ, ഈശ്വരൻ്റെ മാത്രമുള്ള ഏകശാസനം, ഈശ്വരനിൽ മാത്രമുള്ള ശാസനയിൽ കഴിഞ്ഞിരുന്നവൻ ഈ ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ അറിവിൻ്റെ ഫലം കഴിച്ചു. ആ അറിവിൻ്റെ ഫലം കഴിച്ചതിൻ്റെ ഫലമായി അവന് കിട്ടിയ ശിക്ഷയാണ് ഈ ഭൂമിയിൽ അവതരിക്കുക എന്നുള്ളത്. അങ്ങനെ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വന്നതോടുകൂടി സ്വതന്ത്രമായ ഒരു ജീവിതമാണ് അവനുണ്ടായത്. അതായത് ഏകശാസനത്തിൽ നിന്ന് സ്വതന്ത്രമായി മുഷ്കരമായ ബഹിഷ്കരണവും, മുഷ്കരം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ബഹിഷ്കരണം. അതായത് സ്വർഗത്താണല്ലോ ഇയാൾക്ക് നഷ്ടപ്പെട്ടത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളും സുഖജീവിതവും ഇനി അവന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു നഷ്ടസ്വർഗം തന്നെയാണ് അവന്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആണെങ്കിലും എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. അവൻ വളരെ വേദനയോടുകൂടിയാണെങ്കിലും തൻ്റെ സ്വർഗരാജ്യം അവൻ ബഹിഷ്കരിച്ചു. ഒടുവിൽ എന്ത് ചെയ്തു? ഈ ഒറ്റയ്ക്ക് ഭൂമിയിൽ വന്ന അവൻ ഇവിടെ ഒരു സ്വയംഭരണത്തിന് ആധാരമായ ഒരു ജീവിതക്രമം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിൻ്റേതായ ഒരു ക്രമം, കാർഷിക വൃത്തിയുടേതായ ഒരു ക്രമം, ഒരു ജീവൻ്റെ ക്രമം, ഒരു ഭരണക്രമം, ഒരു പുതിയ സംസ്കാരക്രമം, ഇതെല്ലാം
ഉത്ഭവിക്കുന്നത് ആ ഈശ്വരൻ കൊടുത്ത ആ ശാപത്തിൽ നിന്നാണ്. അവൻ്റെ അറിവിൻ്റെ ഫലം കഴിച്ചതോടുകൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അവന് ബോധ്യമുണ്ടായി. ഏത് സ്വീകരിക്കണം, ഏത് നിരസിക്കണം എന്നുള്ള ഒരു ത്യജിക്കണം എന്നുള്ള ഒരു വിവേചന ബുദ്ധി അവനിൽ വന്നു ചേരുന്നു. ഈ വിവേകവും വിവേചനവുമാണ് ഇവിടെ ഒരു മനുഷ്യ പരമ്പര വാർത്തെടുക്കുന്നതിന് അവനെ സഹായിച്ചതെന്നാണ് ലേഖനം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലേഖനത്തിലെ 2 പ്രധാന ഷോർട്ട് എസ്സേ അവസാനം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 2-1 ഏതായാലും ചോദിക്കും. ഈ 2 ഷോർട്ട് എസ്സേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോങ് എസ്സേ ആയി. ലോങ് എസ്സേയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ 3 ചാപ്റ്ററിൽ നിന്ന് 2 എസ്സേ ചോദിക്കും. കൾച്ചർ ലാസ്റ്റ് പാർട്ടുണ്ടല്ലോ, കേരള കൾച്ചറിൻ്റെ ഭാഗം, അവിടെ നിന്ന് 2 ഷോർട്ട് മെയിൻ എസ്സേ ചോദിക്കും. നിരവധിയായ ക്വസ്റ്റ്യൻസ് വേറെയും ചോദിക്കും. അതുകൊണ്ട് ഈ പാഠം നിങ്ങൾ പല പ്രാവശ്യം വായിക്കണം. ഒരു ബുദ്ധിമുട്ടുള്ള ലെസൺ അല്ല ഇത്. നന്നായി നിങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ.